ഒരു ബാഗ് നിറയെ മരുന്നുകളുമായാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. കിഷോർ പീതാംബരൻ പറയുന്നു. രോഗം ഗുരുതരമായ സമയത്ത് 2 വർഷത്തോളം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. ആശുപത്രി ചെലവുകളും കുടുംബ ചെലവുകളും താങ്ങാൻ പോലും ബുദ്ധിമുട്ടായപ്പോൾ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്താൻ തീരുമാനിച്ചു. സീരിയൽ പ്രേക്ഷകരുടെ പ്രിയതാരമായ കിഷോർ പീതാംബരൻ ഇന്ന് ഏഷ്യാനെറ്റിലെ മഴതോരും മുമ്പ് എന്ന പരമ്പരയിൽ സ്നേഹനിധിയായ ബാലചന്ദ്രനായി കയ്യടി നേടുകയാണ്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിലെ ചിരിക്ക് പിന്നിൽ വർഷങ്ങളായ രോഗങ്ങളോട് പോരാടുന്ന ഒരു ജീവിതമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അടുത്തിടെ നൽകിയ ഓൺലൈൻ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ തന്റെ രോഗപ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയായിരുന്നു കിഷോർ. ഒരു ബാഗ് നിറയെ മരുന്നുകളുമായാണ് ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്നത്. ഇഞ്ചക്ഷനും സ്റ്റിറോയിഡുകളുമായാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് താരം പറയുന്നത്. ആദ്യം നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് കണ്ടെത്തിയ കിഷോറിന് പിന്നീട് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ സിസ്റ്റും കണ്ടെത്തി. ശരീരത്തിന്റെ ഹോർമോൺ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രന്ഥിയായതിനാൽ ഇതിന്റെ പ്രശ്നങ്ങൾ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചുവെന്ന് താരം പറയുന്നു. കടുത്ത പ്രമേയവും കരൾ രോഗവും ഉള്ളതിനാൽ ശസ്ത്രക്രിയ നടത്താനും കഴിയാത്ത അവസ്ഥയിലാണ്. ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്നുകളാണ് ഇപ്പോൾ ജീവിതത്തിന്റെ ഭാഗമെന്നും മുൻ ഷൂട്ടിംഗ് ഇല്ലായിരുന്ന സമയത്ത് വാഹനമോടിക്കാൻ പോകുമായിരുന്ന തനിക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയില്ലെന്നും കിഷോർ പറഞ്ഞു. സീരിയൽ അഭിനയമല്ലാതെ മറ്റൊരു ജോലിയും ഇപ്പോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരുന്നുകളുടെ പാർശ്വഫലമായി ശരീരഭാരം വർദ്ധിച്ചതിനെക്കുറിച്ചും കിഷോർ സംസാരിച്ചു. തടി വെച്ച് സുന്ദരനായല്ലോ എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് കണ്ടാൽ രോഗിയാണെന്ന് പലർക്കും തോന്നാറില്ല. രോഗം ഗുരുതരമായ സമയത്ത് 2 വർഷത്തോളം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. ആശുപത്രി ചെലവുകളും കുടുംബ ചെലവുകളും താങ്ങാൻ പോലും ബുദ്ധിമുട്ടായപ്പോൾ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്താൻ തീരുമാനിച്ചതായും കിഷോർ പറയുന്നു.